ശ്രേയസ് മുറമ്പാത്തി യൂണിറ്റിൻ്റെ 2024-2025 വർഷത്തെ വാർഷിക റിപ്പോർട്ടിലേക്ക് സ്വാഗതം. മുറമ്പാത്തി പ്രദേശത്തെ ജനങ്ങൾക്ക് അനുഗ്രഹം വാരി വിതറി വാണരുളുന്ന വിശുദ്ധ യോഹന്നാൻ മാംദാനിയുടെ നാമധേയത്തിലുള്ള ദേവാലയത്തോട് ചേർന്ന് ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന പ്രസ്ഥാനമായ ശ്രേയസ് അതിൻ്റെ ലക്ഷ്യപ്രാപ്തിക്കായി ജനങ്ങളുടെ അഭിലാഷത്തിനനുസൃതമായി ഒത്തുചേരലിനും പങ്കുവയ്ക്കലിനും വിളനിലമായ പ്രവർത്തന പാതയിൽ ഉത്തരോത്തരം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. മേഖലാ ഡയറക്ടർ മേഖലയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മണ്ണിത്തോട്ടത്തിനെ നന്ദിയോടെ ഓർക്കുന്നു. യൂണിറ്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട മാർട്ടിൻ വിലങ്ങപാറ അച്ഛൻ യൂണിറ്റ് പ്രവർത്തനത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ യഥാസമയങ്ങളിൽ നൽകുകയും കമ്മിറ്റിയോട് ഉൾച്ചേർന്ന് നയിക്കുകയും ചെയ്തു വരുന്നു. അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നു. മേഖലാ കോർഡിനേറ്റർ ശ്രീമതി ലിസി റെജി യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകി മുറമ്പാത്തി യൂണിറ്റിനെ ശക്തീകരിക്കുന്നു. മേഖലാ കോർഡിനേറ്ററുടെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് അടുക്കും ചിട്ടയോടും കൂടി യൂണിറ്റിനെ നയിക്കുന്ന യൂണിറ്റ് പ്രസിഡന്റ് പ്രിൻസ് പുത്തകണ്ടത്തെ ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നു. വാർഷിക പൊതുയോഗം 2024-25 വാർഷിക പൊതുയോഗം 30/5/2024 നടത്തി. പ്രസിഡന്റ് ശ്രീ പ്രിൻസ് പുത്തുകണ്ടം, വൈസ് പ്രസിഡന്റ് ബിന്ദു സിബി, സെക്രട്ടറി ജിഷ ജോഷി, ജോയിന്റ് സെക്രട്ടറി സിമ്മി ജോസഫ്, ട്രഷറർ റോസമ്മ വർഗീസ്. കമ്മിറ്റി അംഗങ്ങൾ ബിനോയ് പുത്തുമ്പുരയ്ക്കൽ, ജിനു സുനിൽ, ചിന്നമ്മ വർഗീസ്, ഷീല പീറ്റർ എന്നിവരെ തിരഞ്ഞെടുത്തു. യൂണിറ്റ് കമ്മിറ്റി യൂണിറ്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ 11 പേരടങ്ങുന്നതാണ് യൂണിറ്റ് കമ്മിറ്റി. നാളിതുവരെയായി 12 യൂണിറ്റ് കമ്മിറ്റികൾ ചേരുകയും യൂണിറ്റ് പ്രവർത്തനങ്ങൾക്ക് പ്രശംസനീയമായ രീതിയിൽ നേതൃത്വം കൊടുക്കുകയും അയൽക്കൂട്ടങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു വരുന്നു. യൂണിറ്റ് തല പ്രവർത്തകർ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുന്നതിന് വേണ്ടി യൂണിറ്റ് തല പ്രവർത്തക ഇന്ദിര ദിവാകരൻ സേവനമനുഷ്ഠിച്ചു വരുന്നു. അയൽക്കൂട്ടങ്ങളും കുടുംബങ്ങളും സന്ദർശിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നതിന് യൂണിറ്റ് കമ്മിറ്റിയോട് ചേർന്ന് പ്രവർത്തിച്ചു വരുന്നു. അയൽക്കൂട്ടങ്ങൾ മുറമ്പാത്തി യൂണിറ്റിൽ 3 പുരുഷ സംഘവും 8 സ്ത്രീ സംഘവും 15 മിക്സഡ് സംഘവും ആകെ 26 സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. ഈ വർഷം പുതിയതായി 5 സംഘങ്ങൾ രൂപീകരിക്കുവാൻ സാധിച്ചു. എല്ലാ മാസവും ഓരോ അംഗങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് മീറ്റിംഗ് നടക്കുകയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു വരുന്നു. ഷെയർ, തിരിച്ചടവ് എന്നിവ കൃത്യമായി നടത്തി വരുന്നു. ലോൺ അപേക്ഷകൾ സംഘത്തിൽ വെച്ച് പാസാക്കി അംഗങ്ങൾക്ക് നൽകി വരുന്നു. യൂണിറ്റ് ലോണുകളും സംഘത്തിൽ പാസാക്കിയതിനു ശേഷം യൂണിറ്റിലേക്ക് നൽകുന്നു. എല്ലാ അയൽക്കൂട്ടങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. യൂണിറ്റ് ഇവാലുവേഷൻ എല്ലാ മാസവും നിശ്ചിത ദിവസങ്ങളിൽ യൂണിറ്റിൽ വെച്ച് ഇവാലുവേഷൻ നടത്തി വരുന്നു. അവരുടെ ഒരു മാസത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ച് വിലയിരുത്തുകയും കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു വരുന്നു. മേഖലാ കോർഡിനേറ്റർ ലിസി റെജി, പ്രസിഡന്റ് പ്രിൻസ് പുത്തങ്കണ്ടത്തിൽ, സിഒ ഇന്ദിര ദിവാകരൻ എന്നിവർ ഇവാലുവേഷന് നേതൃത്വം നൽകി വരുന്നു. മേഖലാ ഇവാലുവേഷൻ എല്ലാ മാസവും ശ്രേയസ് മേഖലാ ഓഫീസിൽ വെച്ച് നടത്തപ്പെടുന്ന ഇവാലുവേഷനിൽ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ, സിഒ എന്നിവർ പങ്കെടുക്കുന്നു. യൂണിറ്റിൻ്റെ റിപ്പോർട്ട്, കണക്കുകൾ അവതരിപ്പിച്ച് വിലയിരുത്തുകയും മേഖലാ ഡയറക്ടർ, മേഖലാ കോർഡിനേറ്റർ എന്നിവരുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പ്രവർത്തനങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു വരുന്നു. ജീവകാരുണ്യ പ്രവർത്തനം സംഘതലത്തിൽ രോഗീ സഹായം, വിവാഹം, വീട് നിർമ്മാണം, കരുണാലയ സന്ദർശനം എന്നിവ നടത്തിവരുന്നു. യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മൈക്കാവ് ഭാഗത്തുള്ള ബഡ്സ് സ്കൂൾ യൂണിറ്റ് ഡയറക്ടർ ഫാദർ മാർട്ടിൻ വിലങ്ങുപാറയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. പാട്ടുപാടിയും കേക്ക് മുറിച്ചും കുട്ടികളുമായി സന്തോഷം പങ്കിട്ടു. മേഖലാ കോർഡിനേറ്റർ ശ്രീമതി ലിസി റെജിയും യൂണിറ്റ് പ്രസിഡന്റ് പ്രിൻസ് പുത്തങ്കണ്ടം, സിഇഒ, കമ്മിറ്റി അംഗങ്ങൾ, അമിക്കോ സംഘത്തിന്റെ പ്രസിഡന്റ് ജോഷി തോമസ് എന്നിവർ സന്ദർശനത്തിൽ പങ്കാളികളായി. ബാലജ്യോതി കുട്ടികളുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, കലാ, കായിക അവബോധം വളർത്തി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ്മയാണ് ബാലജ്യോതി സംഘങ്ങൾ. കുട്ടികൾക്കായി ക്വിസ് മത്സരം, പ്രസംഗ മത്സരം, ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ യൂണിറ്റിൽ നടത്തി വരുന്നു. യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ അമിഗോ സംഘത്തിൽ ശിശുദിനാഘോഷങ്ങൾ വളരെ വിപുലമായി കലാപരിപാടികളോടെ ആഘോഷിച്ചു. പ്രകൃതി സംരക്ഷണം
പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി എല്ലാ കുടുംബങ്ങളിലും പച്ചക്കറി കൃഷി നടത്തിവരുന്നു. കൂടാതെ വാഴ, കപ്പ, ചേന എന്നിവയും കൃഷി ചെയ്യുന്നു. ശ്രുതി സംഘത്തിലെ ഷീജ ബോബി വാഴ, പച്ചക്കറി കൃഷിയും നല്ല രീതിയിൽ നടത്തിവരുന്നു. ഫ്രണ്ട്സ് സംഘത്തിന്റെ അംഗങ്ങൾ കപ്പ, വാഴ എന്നിവ കൃഷി ചെയ്തു വരുന്നു. ഇത് എല്ലാ സംഘങ്ങൾക്കും നല്ലൊരു പ്രചോദനമായി മാറി. മെയ് 1 മേഖലാ സംഗമം. കോടഞ്ചേരി മരീൻ ഓഡിറ്റോറിയത്തിൽ മേഖല സംഘടിപ്പിച്ച വാർഷിക പൊതുയോഗത്തിൽ മൊറമ്പാത്തി യൂണിറ്റിൽ നിന്ന് 84 അംഗങ്ങൾ പങ്കെടുക്കുകയും വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുകയും പ്രസ്തുത പരിപാടിയിൽ ദീപം സംഘങ്ങളുടെ അതിമനോഹരമായ ഗ്രൂപ്പ് ഡാൻസ് കണ്ണിന് കുളിരേകുന്ന കാഴ്ചയായിരുന്നു. അവരെ നന്ദിയോടെ ഓർക്കുന്നു. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി ഇടവക പള്ളിയിലും ശ്രേയസ് സംയുക്തമായി യൂണിറ്റ് പ്രസിഡന്റ് പ്രിൻസ് പുത്തങ്കണ്ടം ദേശീയ പതാക ഉയർത്തി. യൂണിറ്റ് ഡയറക്ടർ ഫാദർ മാർട്ടിൻ വിലങ്ങുപാറ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സംഘം വാർഷികം. ദീപം, പ്രതീക്ഷ, നിലാവ് എന്നീ സംഘങ്ങളുടെ വാർഷികം വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു. സംഘത്തിൻ്റെ വാർഷികം സംഘങ്ങളുടെ കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്നതിനും കലാകായിക കഴിവുകളെ വർദ്ധിപ്പിക്കുന്നതിനും പൊതുസ്ഥാപനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നതിനും സാധിക്കുന്നു. ദീപം സംഘം വാർഷികം വാർഡ് മെമ്പർ മേഴ്സി കുര്യൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ കോർഡിനേറ്റർ ശ്രീമതി ലിസി റെജി, പ്രസിഡന്റ് പ്രിൻസ് പുത്തക്കണ്ടം, CEO ഇന്ദിര ദിവാകരൻ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. ദിനാഘോഷങ്ങൾ. പരിസ്ഥിതി ദിനം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി മൊറമ്പാത്തി യൂണിറ്റിലെ സംഘങ്ങൾ കാഞ്ഞിരപ്പാറ റോഡിൻ്റെ ഇരുവശമുള്ള കാടുകൾ വെട്ടി വൃത്തിയാക്കി. യൂണിറ്റ് പ്രസിഡന്റ് പ്രിൻസ് പുത്തക്കണ്ടം, കോർഡിനേറ്റർ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം വഹിച്ചു. കർഷക ദിനം. തകർന്നുകൊണ്ടിരിക്കുന്ന കാർഷിക മേഖലയെ ഊർജിതമാക്കുവാൻ മുറമ്പാത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണം, കാർഷിക സെമിനാർ, ജൈവ പച്ചക്കറി വിത്ത് വിതരണം, അവാർഡ് ദാനം എന്നിവ നടത്തുന്നു. ഇതിന്റെ ഭാഗമായി മികച്ച കർഷകരെ തെരഞ്ഞെടുത്തു. അലക്സ് മണിമല, ജോസഫ് പ്രാവിടക്കുന്നൽ എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വനദിനം. ശ്രേയസ് കോഴിക്കോട് മേഖല കക്കാട് വനപർവ്വതത്തിൽ സംഘടിപ്പിച്ച വനത്തെ അറിയാൻ വനത്തിലൂടെ ഒരു യാത്ര പരിപാടിയിൽ മൊറമ്പാത്തി യൂണിറ്റിൽ നിന്ന് 6 അംഗങ്ങൾ പങ്കെടുത്തു. ഹെൽത്ത് ക്ലാസ്. എയ്ഡ്സ് ദിനത്തിന്റെ ഭാഗമായി യൂണിറ്റിൽ സംഘടിപ്പിച്ച എയ്ഡ്സ് ബോധവൽക്കരണ ക്ലാസ് കോടഞ്ചേരി ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജു ബാലുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. എയ്ഡ്സ് രോഗത്തിന്റെ പ്രതിവിധികളെക്കുറിച്ച് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ക്ലാസ് എടുത്തു. ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ്. ശ്രേയസ് കോഴിക്കോട് മേഖല പുലിക്കേ യൂണിറ്റിൽ വെച്ച് നടത്തിയ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ്സിൽ യൂണിറ്റിൽ നിന്ന് 5 പേർ പങ്കെടുക്കുകയും ക്യാൻസർ ഫണ്ട് സ്വീകരിക്കുകയും ചെയ്തു. നവോദയ, കാരുണ്യ എന്നീ സംഘങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബ്രസ്റ്റ് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് PHSലെ സിസ്റ്റർ ഷിത ഉദ്ഘാടനം ചെയ്തു ക്ലാസ് എടുത്തു. നേതൃത്വ പരിശീലനവും കരോൾ ഗാന മത്സരവും. മേഖലാതലത്തിൽ നാരങ്ങാത്തോട് യൂണിറ്റിൽ സംഘടിപ്പിച്ച നേതൃത്വ പരിശീലനത്തിലും കരോൾ ഗാന മത്സരത്തിലും യൂണിറ്റിൽ നിന്ന് 15 അംഗങ്ങൾ പങ്കെടുത്തു. എല്ലാ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും സമ്മാനം കൊടുക്കുകയും കരോൾ ഗാന മത്സരത്തിൽ പങ്കെടുത്തവർക്ക് പ്രോത്സാഹന സമ്മാനവും നൽകി. ലീഡേഴ്സ് ട്രെയിനിങ്ങും ജൂബിലി ആഘോഷവും. മുറമ്പാത്തി യൂണിറ്റിലെ ഡയറക്ടർ ഫാദർ മാർട്ടിൻ വിലങ്ങുപാറയുടെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച നേതൃത്വ പരിശീലനം കോർഡിനേറ്റർ ഉദ്ഘാടനം ചെയ്തു. ഒരു നേതാവ് അറിഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങളെക്കുറിച്ച് റിട്ടയർഡ് അധ്യാപിക ലിസി ജോസ് ക്ലാസ് നയിച്ചു. അന്നേ ദിവസം തൻ്റെ വൈദിക ജീവിതത്തിലെ 25ാം വർഷം പൂർത്തിയാക്കിയ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട മാർട്ടിൻ വിലങ്ങുപാറ അച്ഛന് മധുരം നൽകി പൊന്നാട അണിയിച്ചു. പ്രസ്തുത ചടങ്ങിൽ അധ്യാപക ദിനത്തിന്റെ ഭാഗമായി ലിസി ടീച്ചറെ ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് പ്രിൻസ് പുത്തങ്കണ്ടം നേതൃത്വം നൽകി. ജവാന്മാരെ ആദരിക്കൽ. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് മൊറമ്പാത്തി യൂണിറ്റിൽ വെച്ച് നടത്തിയ ജവാന്മാരെ ആദരിക്കൽ ചടങ്ങ് ബഹുമാനപ്പെട്ട യൂണിറ്റ് ഡയറക്ടർ ഫാദർ മാർട്ടിൻ വിലങ്ങുപാറ അധ്യക്ഷം വഹിച്ചു. വാർഡ് മെമ്പർ ഷാജി മുട്ടത്ത് ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. മേഖലാ കോർഡിനേറ്റർ UDO ഇന്ദിര ദിവാകരൻ, റോസമ്മ വർഗീസ്, ജോഷി പുതിയെടുത്ത് എന്നിവർ ആശംസ അർപ്പിച്ചു. റിട്ടയർഡ് ജവാന്മാരായ ശ്രീ ലിഷോ, ശ്രീ ബിജു, ശ്രീ മെൽബിൻ എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വയോജന ദിനം. പ്രായമായ അമ്മമാർ സമൂഹത്തിൽ ഭാരമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവരെ ചേർത്ത് പിടിച്ച് ശ്രേയസ് വയോജന സംഘം രൂപീകരിച്ചു. അവരുടെ മാനസിക ഉല്ലാസത്തിനും വേണ്ടി ടൂർ പ്രോഗ്രാം, ദിനാഘോഷങ്ങൾ, കലാപരിപാടികൾ, ആദരിക്കൽ എന്നിവ നടത്തുന്നു.
ടൂർ പ്രോഗ്രാം. മനസ്സിന് ഉണർവും ഉന്മേഷവും പകരുന്ന ആരോഗ്യമുള്ള ഒരു മനസ്സിനെ സൃഷ്ടിക്കുവാൻ വിനോദയാത്രയ്ക്ക് സാധിക്കും. ഫാദർ മാർട്ടിൻ വിലങ്ങുപാറയുടെ മഹനീയമായ സാന്നിധ്യത്തിൽ കോഓർഡിനേറ്റർ, പ്രസിഡന്റ് എന്നിവരുടെ നേതൃത്വത്തിൽ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളും സംഘങ്ങളും വയോജനങ്ങളും ഒത്തുചേർന്ന് അകലാപ്പുഴ ഉല്ലാസയാത്ര നടത്തി. വയോജനങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹപൂർണമായ നിമിഷങ്ങളായിരുന്നു ബോട്ട് യാത്ര. പുതിയൊരു അനുഭവവും. യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ പ്രസിഡന്റ് നേതൃത്വത്തിൽ വയനാട് കാരാപ്പുഴ ഡാമും പൂപ്പൊലിയും സന്ദർശിച്ചു. ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം. സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീകമായ ക്രിസ്മസ് ആഘോഷം യൂണിറ്റ് തലത്തിൽ യൂണിറ്റ് ഡയറക്ടർ ഫാദർ മാർട്ടിൻ വിലങ്ങുപാറയുടെ അധ്യക്ഷതയിൽ ആഘോഷിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് സ്വാഗതം ആശംസിച്ചു. മേഖലാ കോർഡിനേറ്റർ മുഖ്യ സന്ദേശം നൽകി. CEO നന്ദി അർപ്പിച്ചു. പ്രസ്തുത ചടങ്ങിൽ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന മാർട്ടിൻ അച്ഛനെ അംഗങ്ങൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു. അവാർഡ് ദാനം. ശ്രേയസ് കോഴിക്കോട് മേഖല ഈങ്ങാപ്പുഴയിൽ സംഘടിപ്പിച്ച SLC+2 അവാർഡ് ദാനം മലങ്കര സഭയുടെ തലവനും പിതാവുമായ മോർ ആൻഡ് മോർ ബെസലിയോസ് ക്ലീമിയസ് കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. പ്രസ്തുത പരിപാടിയിൽ UDO ഇന്ദിര ദിവാകരൻ പിതാവിന് ബൈബിൾ കൈമാറി സ്വാഗതം ചെയ്തു. ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. യൂണിറ്റിൽ വെച്ച് നടത്തിയ അവാർഡ് ദാന ചടങ്ങിന് വാർഡ് മെമ്പർ ലിസി ചാക്കോ ഉദ്ഘാടനം നിർവഹിച്ചു. മൊമൻറ്റോ നൽകി ആദരിച്ചു. നന്ദിയുടെ ഒരു വാക്ക്. ഇത്രയും നാൾ ഞങ്ങളെ നയിച്ച ഈശ്വരന് നന്ദി പറയുന്നു. ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന സംഘടനയായ ശ്രേയസ് മുറമ്പാത്തി യൂണിറ്റിൽ കൃത്യമായ നിശാബോധവും മാർഗനിർദ്ദേശങ്ങളും നൽകി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന ബത്തേരി രൂപത അധ്യക്ഷൻ അഭിവന്യ ജോസഫ് മാർ തോമസ് തിരുമേനിയോടും രൂപത ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൻ, മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മണ്ണിത്തോട്ടം, യൂണിറ്റ് ഡയറക്ടർ ഫാദർ മാർട്ടിൻ വിലങ്ങുപാറ, മേഖലാ കോർഡിനേറ്റർ ശ്രീമതി ലിസി റെജി, ശ്രീ MM ഐസക്, യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ പ്രിൻസ് പുത്തങ്കണ്ടം, കമ്മിറ്റി അംഗങ്ങൾ, CDO, ശ്രേയസ് കുടുംബാംഗങ്ങൾ എന്നിവരെ നന്ദിയോടെ ഓർക്കുന്നു.